നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന് എന്നും തലവേദനയാണ്. അത് ഒഴിഞ്ഞു പോകുന്നേയില്ല. കഴിഞ്ഞ വർഷം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയായ സ്ത്രീയെ മർദ്ദിച്ച സംഭവത്തിൽ അന്നത്തെ SHO ആയിരുന്ന പ്രതാപചന്ദ്രനെതിരെ സർക്കാർ നടപടിയെടുത്തിരിക്കുകയാണ്. സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. നല്ല കാര്യം. 2024 നടന്ന സംഭവത്തിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. മറ്റൊന്ന്, അഴിമതി കേസിൽപ്പെട്ട ജയിൽ DIG വിനോദിനെതിരെ വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകുമെന്ന് കേൾക്കുന്നു. കൈക്കൂലി സംബന്ധിച്ച വിശദ വിവരങ്ങളൊക്കെ ഉണ്ടത്രേ ആ റിപ്പോർട്ടിൽ. ഇന്ന് വിനോദിനെയും സസ്പെൻഡ് ചെയ്തേക്കുമെന്ന തരത്തിലാണ് വിവരങ്ങളൊക്കെ വരുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി ബിൽ കടുത്ത പ്രതിഷേധത്തിനിടെ രാജ്യസഭ പാസാക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കമാണ്. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കി തിരിച്ചു വരാം. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The bill is passed. VBG റാംജി ബിൽ പാസാക്കി രാജ്യസഭയും. കടുത്ത പ്രതിഷേധത്തിനിടെ പാസാക്കിയത് ശബ്ദ വോട്ടോടെ. JPCക്ക് വിടണമെന്ന ആവശ്യം തള്ളി. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ നിയമമാകും. തൊഴിലാളികളെ അടിമകളാക്കാൻ ശ്രമമെന്ന് മല്ലികാർജുൻ ഖാർഗെ. കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ പേര് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് സമാപനം. ഗർഭിണിയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച SHO പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. വകുപ്പ് തല അന്വേഷണം ഇന്ന് തുടങ്ങും. സസ്പെൻഷൻ മാത്രം പോരാ, കേസെടുക്കണമെന്ന് മർദ്ദനമേറ്റ കുടുംബം. അഴിമതിക്കേസിൽപ്പെട്ട ജയിൽ DIG വിനോദ് കുമാറിനെതിരെ വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. കൈക്കൂലി സംബന്ധിച്ച വിശദ വിവരങ്ങൾ റിപ്പോർട്ടിൽ. ഇന്ന് സസ്പെൻഡ് ചെയ്തേക്കും. വിനോദിനെ സംരക്ഷിക്കാൻ വകുപ്പ് ഒന്നടങ്കം കൂട്ടുന്നതിനും തെളിവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷയിൽ വിധി ഇന്ന്. FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും വേണമെന്ന ആവശ്യം എതിർത്ത് SIT പ്രതികളായ N. വാസു, മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷയിലും ഇന്ന് വിധി. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കം. സുവർണ ചകോരം അടക്കമുള്ള പുരസ്കാരം വിതരണം ചെയ്യും. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മൗറിത്തേനിയൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസാക്കോയ്ക്ക് സമ്മാനിക്കും. സമാപന സമ്മേളനം വൈകിട്ട് 6-ന് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക്. സഞ്ജു സാംസൺ കളിക്കുമോ എന്ന് ആകാംക്ഷ. പോരാട്ടം വൈകിട്ട് 7 മണി മുതൽ അഹമ്മദാബാദിൽ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യനെ ഇന്നറിയാം. ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക് FCയും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള VBG റാംജി ബിൽ രാജ്യസഭ പാസാക്കി. കടുത്ത പ്രതിഷേധത്തിനിടെ ശബ്ദ വോട്ടോടെയാണ് രാജ്യസഭ പാസാക്കിയത്. സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണം എന്ന ആവശ്യം തള്ളി. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബിൽ നിയമമാകും. തൊഴിലാളികളെ കൂടുതൽ ദുർബലപ്പെടുത്താനാണ് നീക്കമെന്നും അവരെ അടിമകളാക്കാനാണ് ശ്രമിക്കുന്നത് എന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ പേര് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പ്രതികരിച്ചു. Passed. The question is that the bill be passed. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The bill is passed. आपका मंशा क्या है? गरीब लोगों को कमजोर करना, उनको एक कुचल देना और उनको स्लेवरी में डालना. जैसा वो हजारों सालों से एक गुलामी में थे, उसी तरीके से फिर से उनको गुलामी में डालने का काम इससे हो रहा है. सर, मैं इसलिए कहना चाहता हूं, ये चौहान साहब बैठे हैं, ये तो हमेशा गरीबी की बात करते थे और करते आए हैं, अभी भी करते होंगे, क्योंकि जरा वहाँ से मध्य प्रदेश से यहाँ आना
जरा दूर तो हो गया, लेकिन उनके विचार भी दूर हो गए गरीबों से। तो क्योंकि ये बात मैं बोल रहा हूं, उनके दिल में भी होगा ये गरीबों के लिए मनरेगा अच्छा कानून है, मैं जो ला रहा हूं ये ठीक नहीं है। अपने आत्मसाक्षी से बोलो। और मैं उम्मीद करता था ये हमारा जवाब सुनेंगे। माननीय सभापति महोदय, अपनी बात कह के आरोप लगा के भाग जाना, ये भी बापू के सपनों की, आदर्शों की हत्या करना है। ये बापू के आदर्शों की हत्या करना है। കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, പ്രതിപക്ഷ പ്രതിഷേധമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് വിബിജി റാംജി ബിൽ നിയമമായിരിക്കുകയാണ്. JPCക്ക് വിടണമെന്ന് പറഞ്ഞു, അതുമില്ല. ഇനിയിപ്പോൾ രാഷ്ട്രപതിയുടെ ഒരു ഒപ്പ്, അത്രയല്ലേ ഉള്ളൂ? ഗുഡ് മോർണിംഗ്. ഏതായാലും ഏറ്റവും നിർണായകമായൊരു ഘട്ടമായിരുന്നു ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് സഭാ സമ്മേളനം അവസാനിക്കും. ഇനി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. രാവിലെ ആ നടപടിക്രമം മാത്രമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യമായ നടപടികൾ ഉണ്ടാവില്ല. കാരണം അതുകൊണ്ടാണ് രാത്രി വൈകിയും 2 ദിവസമായി ഈ ബില്ലുകൾ ചർച്ചയ്ക്ക് വെക്കുകയും അതിനകത്ത് മറുപടി പറയുകയും അത് പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആദ്യം ലോക്സഭയിലായിരുന്നെങ്കിൽ 1:45 വരെ ചർച്ച നീളുന്ന ഒരു സാഹചര്യം, പുലർച്ചെ വരെ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. രാജ്യസഭയിൽ 12:40 വരെ നീളുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ കൃത്യമാണ്. അതായത് ഇന്ന് നേരത്തെ സഭ അവസാനിക്കുകയും നടപടികൾ അവസാനിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യും. കൂടുതൽ ചർച്ചകൾ ഉണ്ടാവില്ല. അതിന്റെ തന്നെ ഭാഗമായാണ്, കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് അത്തരമൊരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയും ഒക്കെ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിക്ക് സമയത്ത് പോലും ഇത്തരത്തിലൊരു ബില്ലിന്റെ കാര്യം ചർച്ചയ്ക്ക് കാര്യമായി വന്നിരുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് ബില്ല് വരികയും ഒക്കെ ചെയ്തത്. തുടർന്ന് ചർച്ച ചെയ്യാനുള്ള സമയമൊക്കെ അനുവദിച്ചു. കൃത്യമായി ചർച്ച ചെയ്യാം എന്നുള്ള നിലപാട് സർക്കാർ എടുക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. കാരണം അല്ലാത്ത സാഹചര്യമാണെങ്കിൽ ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും സഭാ നടപടികൾ തടസ്സപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതൊഴിവാക്കി ചർച്ചയിലേക്ക് പോകാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഈ ബില്ലുകൾ, അത് ഈ BBG റാം ബില്ലുണ്ട്, അതുപോലെ തന്നെ ആണവ മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾ അനുവദിക്കുന്ന ബില്ലുണ്ട്, സ്വകാര്യത പങ്കാളിത്തം അനുവദിക്കുന്ന ബില്ലുണ്ട്, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് മേഖലയിൽ 100% സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്ന 3 ബില്ലുകൾ, ഈ പാർലമെന്റ് സമ്മേളന കാലയളവിൽ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച 3 ബില്ലുകളും കൃത്യമായി തന്നെ പാസ്സാക്കിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്ന എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ ഈ നടപടികളെല്ലാം തന്നെ പൂർത്തിയായതുകൊണ്ട് തന്നെ ഇനി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി തന്നെ ഇത് നിയമമായി മാറും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതിലെ ആശങ്കകൾ പ്രതിപക്ഷം പലതരത്തിൽ ഭേദഗതികളായി മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ ആശങ്കകൾ പരിഹരിക്കാനോ അതിനാവശ്യമായ മറുപടികൾ നൽകാനോ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ പേരിലായിരുന്നു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. സർക്കാർ പറയുന്നത് തങ്ങളുടെ ഉള്ളിൽ മഹാത്മാഗാന്ധിയുണ്ട്, അതിലൊരു പേരിലല്ല അത് ഒതുങ്ങി നിൽക്കുന്നത്. ഈ പേര് ദുരുപയോഗം ചെയ്യാനാണ് കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒറ്റ കാര്യത്തിൽ അവർ പ്രശ്നമുണ്ടാക്കുന്നതാണ്. ആ സമയത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പറഞ്ഞത് ഈ പേരിൽ മാത്രമല്ല പ്രശ്നമുള്ളത്, അതിന്റെ ഉള്ളടക്കം പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നത്. ആ പദ്ധതിയുടെ ഉള്ളടക്കത്തെ പാടെ അവഗണിക്കുകയും കൂടുതൽ നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകളുടെ മുന്നിൽ ഒരു കണ്ണിൽ പൊടിയിടുന്നത് പോലെ 100 ദിവസം എന്നുള്ളത് തൊഴിൽദിനങ്ങൾ 125 ദിവസമായി വർദ്ധിപ്പിക്കുന്നു. പക്ഷേ അതിന്റെ സാമ്പത്തിക ബാധ്യത ആരേറ്റെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിലും 100 ദിവസത്തെ തൊഴിൽ നൽകാൻ കഴിയുന്നില്ല. ഇപ്പോഴും നിരവധി കുടിശ്ശിക തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ 125 വരുമ്പോൾ അതെങ്ങനെയാണ് സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തന്നെ ഗാന്ധിജിയുടെ ആശയങ്ങളെ ആകെ തന്നെ ഇല്ലാതെ ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന വിമർശനം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉന്നയിക്കുന്നു. ആ സമയത്തൊക്കെ തന്നെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത്, നിങ്ങളാണ് മഹാത്മാഗാന്ധിയെ ദുരുപയോഗം ചെയ്യുന്നത്, ഞങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് കൃത്യമായി പണം ലഭിക്കാനുള്ള നടപടികൾ തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ജയ് ശ്രീറാം വിളികളെല്ലാം തന്നെ സഭയിൽ മുഴങ്ങിയതൊക്കെ തന്നെ പ്രതിഷേധത്തിന്റെ ഭാഗമായും അതിനൊപ്പം തന്നെ
ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് തന്നെ ഇത്തരം വിളികളൊക്കെ തന്നെ മുഴങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും സെലക്ട് കമ്മിറ്റിക്കും സംയുക്ത പാർലമെന്ററി സമിതിക്കൊക്കെ വിടണമെന്ന ആവശ്യം രണ്ട് സഭകളിലുമൊക്കെ തന്നെ ഉന്നയിച്ചു. പക്ഷെ ആ തലത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. ശബ്ദ വോട്ടോടുകൂടി തന്നെ ഈ ബില്ല് പാസ്സാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ സമയത്ത് തന്നെ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയ്ക്ക് പുറത്ത് ധർണ നടത്തുന്ന സാഹചര്യവും നമ്മൾ കണ്ടത്. ഏതായാലും അതിശക്തമായ പ്രതിഷേധമാണ് ഇരു സഭകളിലും ഉണ്ടായത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു മുന്നറിയിപ്പുണ്ട്. അതായത് കാർഷിക നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നു, 3 നിയമങ്ങൾ പാസ്സാക്കി. ആ സമയത്ത് അന്നും ഇതേ നിലപാട് പ്രതിപക്ഷം ആവർത്തിച്ചതാണ്, ഈ ബില്ലുകൾ പാസ്സാക്കരുത് എന്നുള്ളത്. അന്നത് കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. പിന്നീട് തെരുവ് പ്രതിഷേധത്തിലേക്ക് പോകുന്നു, ആളുകൾ മരിക്കുന്നു, ശക്തമായ സമരമുണ്ടാകുന്നു. ഒടുവിൽ നിങ്ങൾക്ക് വീണ്ടും പാർലമെന്റ് സമ്മേളനം ചേരുന്ന സമയത്തേക്ക് ആ ബില്ലുകൾ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതേ രീതിയിൽ മുന്നോട്ട് പോകാനാണോ ഈ കാര്യത്തിലും ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഖാർഗെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറയുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ സംഘടനയുടെ ഭാഗമായി നിൽക്കുകയും അല്ലാതെ നിൽക്കുന്ന കർഷക സംഘടനകൾ ഈ ബില്ലിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നുണ്ട്. അതിൽ തന്നെ തമിഴ്നാട്ടിലടക്കം ചില ക്രമീകരണങ്ങൾ, 60 ദിവസത്തേക്ക് തൊഴിൽ എടുക്കുന്നതിനൊക്കെ വിലക്ക്, അങ്ങനെ ചില മാർഗനിർദ്ദേശങ്ങൾ ഈ ബില്ലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. 27-ന് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇതാണ് ഒരു പ്രധാന അജണ്ടയായി നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള പ്രതിഷേധം രാജ്യത്താകമാനം തന്നെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിലാണ് കൂടുതൽ ചർച്ചകൾ ഉണ്ടാവുക. അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പ്രതിഷേധം, രാജ്യവ്യാപക പ്രതിഷേധത്തിന് പ്രതിപക്ഷം തയ്യാറെടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. മായ പ്രശാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള വിബിജി റാംജി ബിൽ രാജ്യസഭ പാസ്സാക്കിയിരിക്കുകയാണ്. കടുത്ത പ്രതിഷേധത്തിനിടെ ശബ്ദ വോട്ടോടെയാണ് രാജ്യസഭ ബില്ല് പാസ്സാക്കിയത്. മറ്റു വാർത്തകൾ നോക്കാം. ഗർഭിണിയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച സംഭവത്തിൽ SHO പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. വകുപ്പുതല അന്വേഷണം ഇന്ന് ആരംഭിക്കും. സസ്പെൻഷൻ മാത്രം പോരാ, കേസെടുക്കണമെന്ന് മർദ്ദനമേറ്റ കുടുംബം ആവശ്യപ്പെടുന്നു. കൂടുതൽ വിവരങ്ങളുമായി അശ്വതി ചേരുകയാണ്. അശ്വതി, 2024 കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതറിഞ്ഞ ഉടൻ തന്നെ അന്നത്തെ സ്റ്റേഷനിലെ SHO ആയിരുന്ന പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ വകുപ്പുതല അന്വേഷണമൊക്കെ മുന്നോട്ട് പോവുക? എന്താണ് അറിയാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മായ, ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ പ്രതാപചന്ദ്രൻ്റെ പ്രതികരണം വന്നിരുന്നു. പ്രതാപചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഈ യുവതി ഷൈമോള് സ്റ്റേഷനിലേക്ക് കയറി ആക്രമിക്കുകയാണ് ചെയ്തതെന്നാണ്. അവർക്കെതിരെ ആദ്യം ചുമത്തിയിരിക്കുന്ന കേസും അങ്ങനെ തന്നെയാണ്, സ്റ്റേഷൻ ആക്രമണം എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിനെതിരായിട്ടും ഇപ്പോൾ ഷൈമോൾ പ്രതികരിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്, എങ്ങനെയാണ് ആ ഒരു ഞാൻ ഓഫീസ് ആക്രമണം എന്നൊക്കെ പറയാൻ സാധിക്കുക ല്ല ഇവരുടെ കരണത്തടിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൈക്കുഞ്ഞുമായി എത്തിയ ഒരു സ്ത്രീയെ കരണത്തടിച്ചുകൊണ്ടാണോ ഇതിനെയൊക്കെ പ്രതിരോധിക്കേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വകുപ്പ് തല അന്വേഷണവും ഒപ്പം തന്നെ സസ്പെൻഷൻ നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല മറ്റ് നിയമപരമായ നടപടികൾ വേണം എന്നതാണ് ഈ കുടുംബത്തിൻ്റെ ആവശ്യം. അവർ 1.5 വർഷമായി നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ, ഇത് സംബന്ധിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഹൈക്കോടതിയിലടക്കം കേസുകൾ നടത്തിയാണ് ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്നത്. ഈ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവരുടെ നീണ്ട ഒരു പോരാട്ടം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട്. എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രതികരണം കൂടി അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഹലോ അശ്വതി, കേൾക്കാം, തുടർന്നോളൂ. ഗർഭിണിയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച സംഭവത്തിൽ SHO പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വകുപ്പുതല അന്വേഷണം ഇന്ന് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. സസ്പെൻഷനിൽ ഒതുക്കരുത്, കേസെടുക്കണമെന്നാണ് മർദ്ദനമേറ്റ കുടുംബം ആവശ്യപ്പെടുന്നത്. അശ്വതിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വീണ്ടും അശ്വതിയിലേക്ക് വരാം. അഴിമതി നടത്തിയ
ജയിൽ DIG വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും. കൈക്കൂലി കൈപ്പറ്റിയത് സംബന്ധിച്ച വിശദവിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. വിനോദിനെ സംരക്ഷിക്കാൻ വകുപ്പ് കൂട്ടുനിന്നതിനും തെളിവുണ്ട്. ചട്ടം ലംഘിച്ചുള്ള ജയിൽ സന്ദർശനങ്ങൾ ജയിൽ മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, DIG വിനോദ് കുമാർ സസ്പെൻഷനിലാണ്. സസ്പെൻഡ് ചെയ്തേക്കും. ഇന്നിപ്പോൾ വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകുമെന്ന് കേൾക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ സസ്പെൻഷനിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ ഈ വിനോദിനെ സംരക്ഷിക്കാൻ വലിയ തോതിൽ നീക്കങ്ങൾ നടന്നു എന്ന തരത്തിലും വിവരങ്ങൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ? ദേവികയിലേക്ക് വരാം. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അഴിമതി നടത്തിയ ജയിൽ DIG വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകും എന്ന് കേൾക്കുന്നു. കൈക്കൂലി കൈപ്പറ്റിയത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. വിനോദിനെ സംരക്ഷിക്കാൻ വകുപ്പ് കൂട്ടുനിന്നതിനും തെളിവുകളുണ്ട്. ചട്ടം ലംഘിച്ചുള്ള ജയിൽ സന്ദർശനങ്ങൾ ജയിൽ മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ വിനോദ് കുമാറിൻ്റെ സസ്പെൻഷനിലേക്ക് പോകാനാണ് സാധ്യത കാണുന്നത്. അഴിമതി നടത്തിയ ജയിൽ DIG വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വിജിലൻസ് ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും. നേരത്തെ ദേവികയിലേക്ക് പോകാൻ നോക്കിയതാണ്. അപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ വന്നു. ഇപ്പോൾ ദേവികയുണ്ട് ലൈനിൽ. ദേവിക, ഇന്നിപ്പോൾ വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകും. വിനോദ് കുമാറിൻ്റെ സസ്പെൻഷൻ അത് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും മായ, ഈ വിനോദ് കുമാറിനെതിരെ ഇതുവരെ ശേഖരിച്ചിട്ടുള്ള തെളിവുകളെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇന്ന് ഈ വിജിലൻസ് ഡയറക്ടർ കൈമാറുന്നത്. ആ റിപ്പോർട്ട് കൈമാറുന്നത് തന്നെ ഇയാളെ സസ്പെൻഡ് ചെയ്ത് ഈ ഒരു സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ്, എന്നിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിനോദ് കുമാറിന്റെ സസ്പെൻഷൻ ഇന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിനോദ് കുമാർ സർവീസിലിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ ഇല്ലാതിരുന്ന പല ജയിലുകളിലും പോയി ഹ്രസ്വ സന്ദർശനങ്ങൾ നടത്താറുണ്ടായിരുന്നു. ആ സന്ദർശനങ്ങളെല്ലാം ഇപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് വേണ്ടിയാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റുള്ള ഈ ജയിൽ പുള്ളികൾക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ ആഡംബരങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ എന്നതിലടക്കം ഇനി വിശദമായിട്ടുള്ള അന്വേഷണങ്ങളുടെ ആവശ്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഈ വിനോദ് കുമാറിന് പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും ഈ ഒരു വിജിലൻസ് റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പലതവണ ഈ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും തൃശൂർ റേഞ്ചിലുള്ള ജയിലുകളിലേക്കുള്ള സന്ദർശനങ്ങൾ നടത്തിയിരുന്നു വിനോദ് കുമാർ. ആ ജയിൽ അധികാരിയുടെ മേധാവിയുടെ ഈ ജയിലുകളുടെ അധികാരമുള്ള മേധാവിയുടെ അനുമതി ഇല്ലാതെയാണ്, മുൻകൂർ അനുമതി ഇല്ലാതെയായിരുന്നു ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ. അങ്ങനെ സന്ദർശനങ്ങൾ കൃത്യമായി നടത്തി വന്നപ്പോൾ അതേപറ്റിയുള്ള പരാതികളും ഈ വിനോദ് കുമാറിനെതിരെ ഉയർന്നിരുന്നു. പക്ഷേ ഈ പരാതികളടക്കം പല വകുപ്പ് ഉദ്യോഗസ്ഥരും പൂഴ്ത്തി എന്ന വിവരങ്ങൾ അടക്കമുള്ള റിപ്പോർട്ടാണ് ഇന്ന് ഇത്തരത്തിൽ ഈ വിജിലൻസ് ഡയറക്ടർ സമർപ്പിക്കുന്നത്. മായ, ദേവിക, ജയിൽ സന്ദർശനങ്ങൾ ജയിൽ മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇയാളെ ഒട്ടേറെ പേർ സംരക്ഷിക്കുന്നുണ്ട് അവിടെയെന്ന്? തീർച്ചയായിട്ടും 2020 തന്നെ ഇത്തരത്തിൽ വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് കൈമാറിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ, ഈ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് പല ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു എന്ന കാര്യം തന്നെയാണ് മായ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം പല സമയങ്ങളിലും ഇയാൾ ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള സന്ദർശനങ്ങൾ നടത്തുമായിരുന്നു. അതും ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ നടത്തി വന്നിരുന്നത്. അതേപറ്റി പല തവണകളിലും ഇയാൾക്കെതിരെ പരാതി ഉയർന്നിട്ട് കൂടി ഈ പരാതികളെല്ലാം പൂഴ്ത്തപ്പെട്ടതിന് പിന്നിൽ ഇത്തരത്തിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ തന്നെ ഒത്താശയുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ഈ ഒരു ജയിൽ പുള്ളികളിൽ നിന്നും അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരം സന്ദർശനങ്ങൾ എന്ന വിവരങ്ങൾ ഈ വിജിലൻസ് റിപ്പോർട്ടിനുള്ളിലുണ്ട്. അതിന്റെ പേരിലാണ് ലക്ഷങ്ങൾ ഇയാൾ കൈക്കൂലി വാങ്ങിച്ചതും ഇപ്പോൾ ഈ വിജിലൻസിന്റെ കേസിൽ കുടുങ്ങിയതും. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ED സമാന്തര അന്വേഷണം നടത്തുന്നത് SIT അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. മുഴുവൻ രേഖകളും കൈമാറാനാകില്ലെന്നും SITയുടെ വാദം കൂടെ പരിഗണിച്ചാണ് കോടതി വിധി പറയുക.
കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ED ഹർജി നൽകിയിട്ടുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ. ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണല്ലോ ED ഇങ്ങനൊരു ഹർജി നൽകിയത്. അപ്പം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് സർക്കാരിൻ്റെ താല്പര്യങ്ങൾ കൂടി സർക്കാരിൻ്റെ അനുമതിയോടുകൂടി വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക? ഇക്കാര്യങ്ങൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ പരിഗണിക്കുമ്പോൾ തന്നെ EDയുടെ അപേക്ഷ പരിഗണിക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തെ നഖശികാന്തം എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടാണ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത്. കാരണം EDയുടെ ഒരു അന്വേഷണം, അതായത് SIT ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണം, അത്തരത്തിലുള്ള ഒരു സമാന്തര അന്വേഷണം വേണ്ട എന്നൊരു നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കാര്യങ്ങളെ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ EDയുടെ അപേക്ഷയെ പൂർണ്ണമായും നിരാകരിക്കണം അല്ലെങ്കിൽ പൂർണ്ണമായും നിഷേധിക്കണം എന്ന തരത്തിലുള്ള ഒരു വാദമാണ് ഈ കൊല്ലം വിജിലൻസ് കോടതിയിൽ ED അപേക്ഷയ്ക്കെതിരെ പ്രോസിക്യൂഷൻ വാദഗതി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ED അപേക്ഷ ഇത്തരത്തിൽ EDയുടെ ഒരു അന്വേഷണം വരുമ്പോൾ ഇക്കാര്യങ്ങൾ സമാന്തരമായി അന്വേഷിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക്, അതായത് കൂടുതൽ വ്യക്തികളിലേക്ക് അന്വേഷണം എത്തുമോ എന്നൊരു ഭയം സർക്കാരിനുണ്ട് എന്നൊരു തരത്തിലുള്ള ആക്ഷേപം ഇക്കാര്യങ്ങളിൽ ഉയരുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ കേസ് കഴിഞ്ഞ 2 തവണയായി ഇക്കാര്യങ്ങൾ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഈ പ്രോസിക്യൂഷൻ വാദം ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ EDയുടെ അഭിഭാഷകർ കോടതിയെ വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലൊരു സമാന്തര അന്വേഷണം നടത്തുമ്പോൾ ഈ ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകൾ, അതായത് പ്രോസിക്യൂഷൻ എതിർക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ തന്നെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷേപമാണ് ED ഇക്കാര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്. അതായത് കേസിൽ ഇതുവരെയുള്ള നാൾവഴികളിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള മൊഴിപ്പകർപ്പുകളും അന്വേഷണ റിപ്പോർട്ടുകളുമാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ED ഇക്കാര്യത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കേരള ഹൈക്കോടതിയുടെ അപേക്ഷ അല്ലെങ്കിൽ കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇത്തരത്തിലുള്ള അപേക്ഷകൾ ആവശ്യപ്പെട്ട് ED അപേക്ഷ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി ലഭിക്കണം എന്നൊരു ആവശ്യമാണ് ED കൊല്ലം വിജിലൻസ് കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ എതിർപ്പിനെ നിരാകരിച്ചുകൊണ്ടാണ് ED മുന്നോട്ട് പോകുന്നത്. ഏതായാലും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് ഇതിൽ ഒരു നിർണായക വിധി പറയും. കാരണം ED ഈ ഒരു അന്വേഷണം ആയി മുന്നോട്ട് പോകുന്നതിലുള്ള പ്രോസിക്യൂഷന്റെ ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. OTA എന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയെ അടിസ്ഥാനമാക്കിയുള്ള പാരഡി ഗാന വിവാദത്തിൽ കൂടുതൽ നടപടി സ്വീകരിക്കാനൊരുങ്ങി പോലീസ്. സൈബർ പോലീസ് നാളെ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തും. മെറ്റ, യൂട്യൂബ് എന്നീ കമ്പനികളോട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പാട്ട് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ശബരിമല സ്വർണ്ണക്കൊള്ളയെ അടിസ്ഥാനമാക്കിയുള്ള പാരഡി ഗാനം വിവാദത്തിൽ കൂടുതൽ നടപടിക്കൊരുങ്ങുകയാണ് അല്ലേ പോലീസ്? തീർച്ചയായിട്ടും മായ, ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ട പാരഡി ഗാനമാണ് ഈ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലൊരു പാരഡി ഗാനം. ആ ഗാനത്തിനെതിരെയാണ് വലിയ വിവാദങ്ങൾ ഉയരുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ IFFK വേദിയിൽ സിനിമകൾക്ക് സെൻസറിംഗ് വന്ന സമയത്തൊക്കെ വാദോരാതെ സംസാരിച്ചതാണ്, അതിനുവേണ്ടി നിലപാടെടുത്തതാണ്. ആ ഒരു സർക്കാരിന്റെ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഈ പാരഡി ഗാനത്തിനെതിരെ ഒരു പരാതി വരുന്നത്. ഈ പരാതിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. ഈ പ്രതിപക്ഷ പറയുന്നത് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള പാരഡി ഗാനങ്ങൾ വളരെ സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് ആരെയെങ്കിലും വേദനിപ്പിക്കാനോ ഏതെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്താനോ ഉള്ളതല്ല എന്ന കാര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സൈബർ പോലീസിന്റെ തീരുമാനം. വരും ദിവസങ്ങൾ, അതായത് നാളെ ഈ പരാതിക്കാരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും, മൊഴിയെടുക്കും. ഈ മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടുള്ള അന്വേഷണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക. എന്തായാലും ഈ പാട്ടിന്റെ അണിയറയിലുള്ളവരും നിയമപരമായി തന്നെ ഈ കേസിന് നേരിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യതലസ്ഥാനത്ത് പുകമഞ്ഞ് രൂക്ഷമാണ്. കാഴ്ച ദൂരപരിധി 50 മീറ്ററായി കുറഞ്ഞിരിക്കുന്നു. വായു മലിനീകരണവും രൂക്ഷമാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, രാജ്യതലസ്ഥാനത്ത് പുകമഞ്ഞ് രൂക്ഷമായിരിക്കുകയാണല്ലോ. ഇത് വിമാന സർവീസുകളെ ബാധിക്കുന്നുണ്ടോ? സർവീസുകൾ വൈകുന്നുണ്ടോ?
നിലവിൽ വിമാന സർവീസുകളെ കാര്യമായി തന്നെ പുകമഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. 20-ലധികം സർവീസുകൾ റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി 300-ലധികം സർവീസുകളെയാണ് പുകമഞ്ഞ് രൂക്ഷമായി ബാധിച്ചത്. ഇപ്പോൾ ഈ കാഴ്ച പരിധിയും പ്രശ്നമായി മാറിയിട്ടുണ്ട്. 50 മീറ്റർ മാത്രമാണ് കാഴ്ച പരിധി ഇപ്പോൾ ദൂരക്കാഴ്ചയുള്ളത്. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിൽ ഉത്തരേന്ത്യയിൽ ആകെ തന്നെ നിൽക്കുന്നത്. ഡൽഹിയിൽ അത് രൂക്ഷമാണ്. ഡൽഹിയിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുകമഞ്ഞിനൊപ്പം വലിയ തരത്തിൽ തന്നെ വായു മലിനീകരണം രൂക്ഷമാണ്. പലയിടത്തും 440 ഇപ്പോഴത്തെ വായു മലിനീകരണ തോത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയായ ഗാസിപ്പൂരിലടക്കം 440. ഒപ്പം തന്നെ ITO അടക്കമുള്ള മേഖലകളിൽ 400-നടുത്ത് വായു മലിനീകരണ തോത് നിൽക്കുകയാണ്. ഇത് കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് കാര്യമായി പ്രയോജനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഇനി പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലെ പെട്രോൾ പമ്പുകളിൽ പോലും മലിനീകരണം ഇല്ലാത്ത തരത്തിലുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. മാത്രമല്ല രാജ്യതലസ്ഥാനത്ത് BS6 വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്താനും മറ്റ് സഞ്ചരിക്കാനുള്ള അനുമതിയൊക്കെ നൽകിയിട്ടുള്ളത്. അങ്ങനെ കർശന നിയന്ത്രണങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ വായു മലിനീകരണം രൂക്ഷമാകുന്നത്. പുകമഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിൽ ഇനിയും സാഹചര്യങ്ങൾ കുറെ കൂടി മോശമാകും എന്നുള്ളതാണ്. അത് നിലവിലെ സാഹചര്യത്തിൽ ശൈത്യം കൂടുന്നത് കൊണ്ട് തന്നെയാണ്. ഇന്ന് രാവിലെ 7 ഡിഗ്രിയാണ് രാജ്യതലസ്ഥാനത്തെ തണുപ്പ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങൾ അത് കുറെ കൂടി ക്രിസ്മസിനോട് അടുക്കുമ്പോൾ സാധാരണഗതിയിൽ കുറെ കൂടി താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പുകമഞ്ഞ് രൂക്ഷമാകുന്നത്. ഈ ഒരു ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ കാലാവസ്ഥ മോശമാകുന്നത് കൊണ്ട് തന്നെ വിമാന കമ്പനികൾക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ അനുസരിച്ച് വേണം സർവീസുകൾ നടത്താൻ എന്നുള്ളത്. അക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിമാന കമ്പനികൾ യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ സഹകരിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കാനോ ഒപ്പം തന്നെ സർവീസുകൾ വൈകാനോ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിനോട് സഹകരിക്കണമെന്ന് എയർ ഇന്ത്യയും മറ്റ് വിമാന കമ്പനികളുമെല്ലാം തന്നെ ആവശ്യപ്പെടുകയും അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. രാജ്യതലസ്ഥാനത്ത് പുകമഞ്ഞ് രൂക്ഷമാണ്. വിമാന സർവീസുകൾ വൈകുകയാണ്. മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് സമാപിക്കും. 11 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ അഭിമാനമായ ചലച്ചിത്രമേളയ്ക്ക് ഇത്തവണ നേരിടേണ്ടി വന്നത് സിനിമാ വിലക്കുൾപ്പെടെ അനേകം പ്രതിസന്ധികളാണ്. വൈകുന്നേരം 6-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, കേരളത്തിൻ്റെ അഭിമാനം തന്നെയാണ് IFFK, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇത്തവണ ഏറെ സിനിമാ വിലക്കുകളൊക്കെ ഉണ്ടായി. ഏറെ പ്രതിസന്ധികളിലൂടെയാണ് ഇന്നിപ്പോൾ IFFKക്ക് കൊടിക്കൂറ വീഴുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ രാജ്യാന്തര ചലച്ചിത്രമേള എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നമ്മളാണ് എല്ലാ തവണയും ആതിഥേയത്വം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു സാംസ്കാരിക പ്രാധാന്യം കൂടി ഉള്ളൊരു സമയമാണ് ഈ ചലച്ചിത്രമേള നടക്കുന്ന 8 ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഈ ചലച്ചിത്രമേള 30ാമത് ചലച്ചിത്രമേളയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് വിവാദങ്ങളാണ് ആദ്യ ദിനം മുതൽക്ക് തന്നെ ഉയർന്നു വന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ റസൂൽ പൂക്കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു അസാന്നിധ്യം ആദ്യ ദിനം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെ വലിയ വിമർശനങ്ങൾക്കാണ് കാരണമാക്കിയത്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ 19 സിനിമകൾക്ക് ഈ കേന്ദ്രം അനുമതി നിഷേധിക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഈ ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ ഷെഡ്യൂൾ ചെയ്യുന്നതിൽ ഈ സിനിമകൾ നേരത്തെ സെൻസർ ബോർഡിന്റെ അനുമതി നേടുന്നതിൽ എന്തെങ്കിലുമൊക്കെ പിശക് വന്നിരുന്നോ, വീഴ്ച വന്നിരുന്നോ എന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഉയർന്നത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകേണ്ട ചെയർമാൻ ഈ സ്ഥലത്ത് ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു അസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറെയധികം വിമർശനം നേരിട്ട കാര്യം. മറ്റൊന്നെന്ന് പറയുന്നത് ഈ ഒരു കേന്ദ്ര വിലക്ക് തുടരുന്നതിന്റെ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത നിലപാടുമായി മുന്നോട്ട് വന്നു. അതായത് കേന്ദ്രം അനുമതി നിഷേധിച്ചാലും ആ അനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ ചിത്രങ്ങളും ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കണമെന്ന ചലച്ചിത്ര അക്കാദമിക്ക് സാംസ്കാരിക വകുപ്പൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. അതേ തുടർന്ന് ചില ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും അവസാന ലാപ്പിലേക്ക് ഈ ഒരു ചലച്ചിത്രമേള കടക്കുമ്പോൾ വീണ്ടും കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. 6 ചിത്രങ്ങൾക്ക് യാതൊരു കാരണവശാലും അനുമതി നൽകാൻ സാധിക്കില്ല എന്ന വിവരം തന്നെയാണ് ഈ ചലച്ചിത്ര
ചലച്ചിത്ര അക്കാദമിക്ക് ഇത്തരത്തിൽ ഈ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും അതേ തുടർന്ന് ഈ 6 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കേണ്ട എന്ന ഒരു നിലപാട് മാറ്റത്തിലേക്ക് സർക്കാരിനും ചുവട് മാറ്റേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് ഈ ചലച്ചിത്രമേള സമാപിക്കുകയാണ്. ഈ IFFK എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികൾ കേരളത്തിലേക്ക് എത്തുന്നൊരു ദിവസം കൂടിയാണ്. പല വൈവിധ്യങ്ങളിലുള്ള ചലച്ചിത്രങ്ങളുടെ ഉള്ളടക്കങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നൊരു സമയം കൂടിയാണ്. എന്തായാലും ആ ചലച്ചിത്രമേളയ്ക്കാണ് ഇന്ന് തിരി താഴുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഇതിന്റെ സമാപന ചടങ്ങുകൾ നടക്കുക. മുഖ്യമന്ത്രിയാണ് ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാവുക. അവസാന ദിവസമായി ഇന്ന് 11 ചിത്രങ്ങളാണ് ചലച്ചിത്ര പ്രേമികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. മായ ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. ഇന്ന് 11 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. സിനിമാ ആവേശത്തിനൊപ്പം ജീവൻ രക്ഷാ സന്ദേശമുയർത്തി കേരള പോലീസിന്റെ സിനി ബ്ലഡ് രക്തദാന ക്യാമ്പ് ശ്രദ്ധ നേടുന്നു. കേരള പോലീസ് നടപ്പാക്കുന്ന പോൾ ബ്ലഡ് പദ്ധതിയുടെ ഭാഗമായി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദിയിലാണ് രക്തദാന ക്യാമ്പ് ഒരുക്കിയത്. 2ാം തവണ സജ്ജീകരിച്ച സിനി ബ്ലഡ് രക്തദാന ക്യാമ്പ് ദേശീയ തലത്തിലടക്കം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സഹജീവികൾക്കായി ജീവന്റെ തുള്ളികൾ പകർന്നു നൽകാം എന്ന ആഹ്വാനമായാണ് സിനി ബ്ലഡ് രക്തദാന ക്യാമ്പ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വേദിയായ ടാഗോർ തിയേറ്ററിന് സമീപം സജ്ജമാക്കിയത്. കേരള പോലീസിന്റെ പോൾ ബ്ലഡും കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലും ചലച്ചിത്ര അക്കാദമി എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇത് 2ാം തവണയാണ് IFFK വേദിയിൽ സിനി ബ്ലഡ് ക്യാമ്പ് ഒരുക്കുന്നത്. ചലച്ചിത്ര ആസ്വാദനത്തോടൊപ്പം മേളയിലെത്തുന്ന നിരവധി യുവാക്കളാണ് രക്തദാനം നടത്തുവാനായി ഇവിടെ എത്തുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തുന്നത്. ഇതിനോടകം തന്നെ ക്യാമ്പ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടുകൂടിയാണ് ക്യാമ്പിന്റെ പ്രവർത്തനം. ക്യാമ്പിൽ പ്രത്യേക ഡോക്ടറുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും ഈ വർഷം നമ്മൾ വളരെ വിപുലമായ രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി യുവാക്കളായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്, ന്യൂ ജനറേഷനിലുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം ഒരു പദ്ധതി. രാവിലെ മുതൽ ഉച്ചവരെയാണ് രക്തദാനം നടത്തുവാനുള്ള അവസരം. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കൂടുതൽ യുവാക്കൾ രക്തദാനം നടത്താൻ എത്തിയെന്നും സംഘാടകർ പറയുന്നു. വളരെയധികം യുവാക്കൾ ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഒരു ദിവസം തന്നെ 20, 22, 24 വരെ ബ്ലഡ് ഡൊണേഷൻസ് നമുക്ക് നടക്കാറുണ്ട്. യുവാക്കളെ ആകർഷിക്കുവാൻ ഗെയിമുകളും മറ്റും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാധ്യമജോലി വിട്ട് കാർട്ടൂൺ പോർട്രേറ്റുകൾ ഒരുക്കുന്ന തിരക്കിലാണ് പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശി ഗിരീഷ് ഗോപി. തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സിനിമാ താരങ്ങളുടെയും ആസ്വാദകരുടെയും കാർട്ടൂൺ ചിത്രങ്ങൾ ഒരുക്കിയാണ് ഗിരീഷ് ശ്രദ്ധ നേടുന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന ചിത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വാട്സപ്പിൽ ഒരു ചിത്രം അയച്ചാൽ 10 മുതൽ 15 മിനിറ്റിൽ കാർട്ടൂൺ രൂപത്തിലുള്ള ചിത്രങ്ങൾ തയ്യാർ. മാധ്യമ ജോലി വിട്ട് 1.5 വർഷങ്ങൾക്ക് മുൻപാണ് സജീവ ചിത്രകലാരംഗത്തേക്ക് ഗിരീഷ് ഗോപി എത്തുന്നത്. ഒറ്റ നോട്ടത്തിൽ ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റും. ടെലിവിഷനിലെ കാർട്ടൂണുകളെ പോലെ മുഖങ്ങൾ മാറ്റിയെടുക്കാം. ആദ്യമായാണ് IFFK വേദിയിൽ കാർട്ടൂൺ പോർട്രേറ്റുകൾ ഒരുക്കാൻ സ്റ്റാളുമായി ഗിരീഷ് എത്തുന്നത്. കളർ പെൻസിൽ, ബ്രഷ് പെൻ, മാർക്കർ എന്നിവ ഉപയോഗിച്ച ക്യാൻവാസിലാണ് ചിത്രം ഒരുക്കുന്നത്. ഗിരീഷിന്റെ കാർട്ടൂൺ പോർട്രേറ്റുകൾക്ക് IFFKയിലെത്തുന്ന സിനിമാ താരങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു. ഒട്ടേറെ സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളാണ് ഗിരീഷ് വരച്ചത്. ഇതോടൊപ്പം IFFK ആസ്വദിക്കാൻ എത്തുന്നവരും ഗിരീഷിന്റെ കാർട്ടൂൺ പോർട്രേറ്റുകളായാണ് മടങ്ങാറ്. എല്ലാവരും ആർട്ട് മേഖലയിൽ ബന്ധപ്പെട്ട ആൾക്കാരാണ്. സോ അവർക്ക് ഒരു ദി റെസ്പെക്ട് ആർട്ട് എന്ന് പറയുമല്ലോ. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ കുറേ വേറെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, മൂവീസ് കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ എല്ലാം മൂവി ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞാൻ വരച്ചിരിക്കുന്നതൊക്കെ. ഒരു 1.5 ഇയേഴ്സായിട്ടൊരു നൊമാഡിക് ആർട്ട് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഫുൾ ഇന്ത്യ കവർ ചെയ്യാനുള്ളൊരു പ്ലാനാണ്. ചെറുപ്പം മുതൽ ആരംഭിച്ച ചിത്രകലാരചനയിൽ നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. രാവിലെ എത്തി ചലച്ചിത്രമേളയിലെ സിനിമകൾ ആദ്യം ആസ്വദിക്കും. പിന്നീട് ചിത്രം വരയുമായി സജീവമാകും. ഒരാഴ്ച നീണ്ടുനിന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഈ പാലക്കാടുകാരൻ. ക്യാമറാമാൻ രതീഷിനോടൊപ്പം M. പ്രജിത്ത്,
അമൃത ന്യൂസ്, തിരുവനന്തപുരം. മൈസൂർ നഞ്ചങ്കോട് വെച്ച് KSRTC ബസ് കത്തി നശിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ബസ്സിലെ 44 യാത്രക്കാരും സുരക്ഷിതരാണ്. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു ബസ്. യാത്രക്കാരെ സുൽത്താൻ ബത്തേരിയിൽ എത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഏതായാലും ഈ ബസ്സിലെ 44 യാത്രക്കാരും സുരക്ഷിതരാണ് എന്ന് കേൾക്കുന്നത് ആശ്വാസകരം തന്നെയാണ്. എന്നിരുന്നാലും എങ്ങനെയാണ് ബസ് കത്തി നശിച്ചത്? ഏത് സാഹചര്യത്തിലാണ്? എന്താണ് അറിയാനാവുന്ന വിവരങ്ങൾ? മായ, മൈസൂർ നഞ്ചൻകോട് ദേശീയപാതയിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തുടക്കത്തിൽ തന്നെ KSRTC ബസ്സിന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യാത്രക്കാർക്ക് മറ്റ് യാതൊരു അപകടവുമില്ലാതെ പുറത്തിറങ്ങാൻ ആയത്. അതിനുവേണ്ടിയുള്ള നടപടികളും ഡ്രൈവറും ഒപ്പം തന്നെ കൂടെയുണ്ടായിരുന്ന ബസ്സിലെ ജീവനക്കാരനും കൂടെ ചെയ്തിരുന്നു. 44 യാത്രക്കാരും സുരക്ഷിതരാണ് എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇവരെ പിന്നീട് മറ്റൊരു KSRTC ബസ്സിൽ എത്തിക്കാനുള്ള നടപടികളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. സ്വിഫ്റ്റ് ബസ്സാണ് കത്തി നശിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ബസ് കത്തി നശിക്കുന്ന സാഹചര്യമുണ്ടായി. KSRTCയിലെ മെക്കാനിക്കൽ വിഭാഗം ഉൾപ്പെടെ ഇതിനെ തുടർന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. എന്താണ് തീപിടിക്കാൻ കാരണമായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും വലിയ അപകടത്തിലേക്ക് പോകാതെയാണ് യാത്രക്കാരെ സുരക്ഷിതമായി തന്നെ പുറത്തെത്തിക്കാനായത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. എഞ്ചിൻ റൂമിൽ നിന്നും തീ പടരുന്നത് കണ്ട് വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. കടക്കിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരം ചെങ്കോട്ട മലയോര ഹൈവേയിലാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോയി മടങ്ങി വന്ന കാറാണ് കത്തിയത്. കാർ പൂർണ്ണമായി കത്തി നശിച്ചു. തമിഴ്നാട് കടയന്നൂർ സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് കത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം KPCC കോർ കമ്മിറ്റി ഇന്ന് ചേരും. UDF മുന്നണി വിപുലീകരണ ചർച്ചകൾ ഉണ്ടാകും. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെ തുടർ സമരങ്ങളും ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി അൺഫിൽട്ട് ചേരുകയാണ്. അൺഫിൽട്ട്, ഇന്നിപ്പോൾ KPCCയുടെ കോർ കമ്മിറ്റി യോഗമുണ്ട്. വേറെ വിഷയങ്ങളുണ്ടല്ലോ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ ഇന്ന്. ഇന്ന് KPCC കോർ കമ്മിറ്റി യോഗം, അതായത് KPCC കോർ കമ്മിറ്റി രൂപീകരിച്ച ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയം നേടിയതിനു ശേഷമുള്ള ആ ഒരു ആത്മവിശ്വാസത്തിലും ഊർജത്തിലുമാണ് KPCCയുടെ കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. 17 അംഗങ്ങളാണ് ഈ കോർ കമ്മിറ്റിയിലുള്ളത്. അതായത് ഉന്നതാധികാര രാഷ്ട്രീയ കാര്യ KPCC രാഷ്ട്രീയ കാര്യ സമിതിക്ക് മുകളിൽ ആയി ഈ ഉന്നത അധികാര സമിതി KPCC കോർ കമ്മിറ്റി വരുന്നു എന്നാണ് ഒരു പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിഷയങ്ങൾ തീരുമാനിക്കുന്നു KPCC എന്നതാണ് ഈ കോർ കമ്മിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി പൂർണ്ണമായും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതി ചുമതല ഏറ്റതിന് ശേഷം നേരെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്കും മുന്നൊരുക്കങ്ങളിലേക്കും ഒക്കെ പോവുകയാണ്. അപ്പൊ അതിന്റെ അജണ്ട രൂപീകരിക്കുകയാണ് ഈ കോർ കമ്മിറ്റിയുടെ ഒരു വിഷയം. ഒപ്പം തന്നെയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നു. ഈ മികച്ച രീതിയിലൊരു തിളക്കമാർന്ന വിജയം ലഭ്യമാകാൻ ഭരണപക്ഷത്തിന് എവിടെയൊക്കെയാണ് വിരുദ്ധ വികാരം ഉണ്ടായത്, അത് എങ്ങനെയൊക്കെ UDFന് ഗുണകരമായി UDFന് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു, അതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കളമൊരുങ്ങുമ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും ഇത് പ്രയോജനപ്പെടുത്തേണ്ടി വരിക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം KPCC കോർ കമ്മിറ്റി യോഗം ചേരുകയാണ് ഇന്ന്. മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഭാഗ്യമായി കരുതുന്നുവെന്ന് LDF ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി LDF ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S. ജയശ്രീ പറഞ്ഞു. മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. അതേസമയം കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് വെല്ലുവിളിയാണെന്നും ജയശ്രീ അമൃത ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള LDFന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായ ഡോക്ടർ S. ജയശ്രീക്കൊപ്പമാണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ട്. കാരണം
നമ്മളെ ജയിപ്പിക്കുന്ന നമ്മുടെ പാർട്ടി തരുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇത്തവണ എങ്ങനെയായിരിക്കും ഈ ഡെപ്യൂട്ടി മേയറായി കഴിഞ്ഞുള്ള ഒരു പ്രവർത്തന രീതികളെല്ലാം? വളരെ കാലമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ നിരവധിയായിട്ടുള്ള പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിൽ വലിയ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കേവല ഭൂരിപക്ഷം പോലും LDFന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു പ്രതിസന്ധിയാവും? കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് ചെറിയൊരു പ്രശ്നമുണ്ട്. അതൊരു ചലഞ്ചാണ്. പക്ഷേ അതൊരു പ്രതിസന്ധി ആവുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ അജണ്ടയായിട്ട് വരുന്നത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ വളരെ നല്ല രീതിയിലുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് അത് കൗൺസിലിലേക്ക് വരുന്നത്. ആ ചർച്ചയിൽ എല്ലാവരും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു രഹസ്യ സ്വഭാവമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ചെയ്യാനോ ഒന്നുമുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്തതാണ് കോഴിക്കോട് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഭരണം ഞാൻ മനസ്സിലാക്കുന്നത്. കേവല ഭൂരിപക്ഷം പോലും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും സീറ്റ് കുറവിനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഒരു തരത്തിലുള്ള ഇടപെടലുകളോ അഴിമതിയുടെയോ ഒന്നും ഇതില്ലാതെ കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ളതെന്ന് ഞാൻ അതിൻ്റെ പാർട്ടായിരുന്നല്ലോ. ആ പ്രവർത്തനങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള എന്ത് ഫാക്ടറാണ് ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ് കാര്യം. അത് വിശകലനം ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെയാണ്. അത് അവർ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഡെപ്യൂട്ടി മേയർ ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. തയ്യാറെടുപ്പുകൾ എന്നുള്ളതല്ല, ഇതൊരു നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അത് നമ്മുടെ 100% ആത്മാർത്ഥതയോടുകൂടി നമ്മളുടെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഓരോ ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി പോലും ഉപയോഗിക്കത്തക്ക രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിന് ഉള്ള ആത്മവിശ്വാസം ഈ 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയറായി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഡോക്ടർ S. ജയശ്രീ. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 97,932 ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ മുതൽ 17,000-ഓളം അയ്യപ്പ ഭക്തർ ഇതുവരെ മല ചവിട്ടി. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ഇന്നത്തെ ഒരു അവസ്ഥ, ഇന്നിപ്പോൾ കിരണിൻ്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇതുവരെ 17,000-ഓളം അയ്യപ്പ ഭക്തർ മല ചവിട്ടി എന്നാണ്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ തന്നെയല്ലേ സാധ്യത? കിരണിലേക്ക് വരാം. ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. മണ്ഡലകാലം ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോൾ വലിയ തിരക്കിലേക്ക് പോവുകയാണ് സന്നിധാനം. ഇന്നലെ 97,932 ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്നിപ്പോൾ രാവിലെ ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ 17,000-ഓളം അയ്യപ്പ ഭക്തർ മല ചവിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിലും വലിയ ഭക്തജന തിരക്ക് തന്നെയായിരിക്കും സന്നിധാനത്ത് ഉണ്ടാവുക എന്നാണ് അറിയാനാവുന്നത്. ഇതേ അവസ്ഥ പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ബംഗ്ലാദേശിൽ വീണ്ടും ജൻസി കലാപം. കഴിഞ്ഞ ദിവസം വെടിയേറ്റ യുവജന നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും സമരം ആരംഭിച്ചത്. ഇന്നലെ ഉസ്മാൻ ഹാദിയുടെ മരണവാർത്ത പുറത്തു വന്നതോടെ തലസ്ഥാന നഗരത്തിൽ 100 കണക്കിന് യുവാക്കൾ ഒത്തുകൂടി പ്രതിഷേധിച്ചു. സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനുസിന്റെ ഏറ്റവും അടുത്ത നേതാവായിരുന്നു ഉസ്മാൻ ഹാദി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉസ്മാന് വെടിയേറ്റത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഇന്ന് നേട്ടത്തിലാവും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ നഷ്ടമായിരുന്നു. തുടർച്ചയായി 4ാമത്തെ ദിവസമാണ് ഇന്നലെ വിപണിയിൽ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ 25,800 എന്നുള്ള പ്രധാന നിലവാരത്തിന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചത് തന്നെ ഒരു ആശ്വാസം തന്നെയാണ്. മാത്രമല്ല, 2ാം നിര ചെറുകിട ഓഹരികളിൽ നേരിയ നിക്ഷേപ താല്പര്യം പ്രകടവുമായിരുന്നു. ഇന്നലെ US വിപണികളിൽ വലിയ നേട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികൾ പലതിലും ആ നേട്ടത്തിന്റെ ഒരു തുടർച്ച കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലും ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടാണ്. ഏതെങ്കിലും തരത്തിൽ അത് സാധ്യമാവുകയാണെങ്കിൽ മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വിപണിക്ക് ഒരു പ്രോത്സാഹനമാവുക. ഒപ്പം തന്നെ റഷ്യ-ഉക്രൈൻ യുദ്ധ സമാപ്തിയിലേക്ക് നീങ്ങുന്നതിൻ്റെ ചർച്ചകളും പുരോഗമനങ്ങളും വിപണിയെ അനുകൂലമായി തന്നെ സ്വാധീനിക്കും. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും കഴിഞ്ഞ 2 ദിവസമായി അവർ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലാണ്. അവരുടെ നിക്ഷേപം തുടരുകയാണെങ്കിൽ അതും വിപണിക്ക് പ്രോത്സാഹനം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് 26,000 എന്നുള്ള നിലവാരം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണി തുടർച്ചയായ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതിനിടെ ക്രൂഡ് ഓയിൽ വിലയിൽ ഒരു ഇടിവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടമായിരുന്നു. എന്നാൽ ആ ഒരു ഇടിവിൻ്റെ പൂർണ്ണമായ ഒരു പ്രയോജനം ഇന്ത്യക്ക് ലഭിക്കില്ല. കാരണം രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവ് ആ ഒരു എണ്ണവിലയിലുണ്ടായിട്ടുള്ള ഇടിവ് മറികടക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഗുണം ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. രൂപയുടെ നില മെച്ചപ്പെടുകയാണെങ്കിൽ മാത്രമേ ക്രൂഡ് ഓയിൽ വില ഇടിവിൻ്റെ ഗുണം പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാനുമാവൂ. എന്തായാലും വരും ദിവസങ്ങളിലും എണ്ണവിലയിലുണ്ടാകുന്ന ഇടിവ് ഗുണകരമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വിപണിയിലുണ്ട്. അത് കൂടുതൽ നഷ്ടത്തിലുണ്ടാവുകയാണെങ്കിൽ നീങ്ങുകയും ഒപ്പം തന്നെ രൂപയുടെ മൂല്യം മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് ഗുണകരം തന്നെയാവും. എന്തായാലും ഇന്ന് നേരിയ നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ദിവസത്തിൻ്റെ 2ാം പകുതിയായിരിക്കും ഏറെ നിർണായകമാവുക. മഞ്ഞണിഞ്ഞിരിക്കുകയാണ് ന്യൂയോർക്ക്. കുളിരണിയിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ എന്ന് ഒരു നിമിഷം സംശയിച്ചു. ശരീരത്തിനോടൊപ്പം മനസ്സിനെയും കുളിരണിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. മരങ്ങളൊക്കെ മഞ്ഞുകട്ടകളാൽ പൂത്തിരിക്കുന്നു. അതിനിടയിലൂടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കെട്ടിടങ്ങൾ. റോഡും തോടും ഒക്കെ ഒരുപോലെയാണ് മഞ്ഞുകാലത്ത്. പക്ഷേ മഞ്ഞ് പുതഞ്ഞു നിൽക്കുന്ന പാർക്കുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ കാലാവസ്ഥയിൽ എല്ലാവരും തണുത്തു വിറച്ച് വീട്ടിലിരിക്കുമെന്ന് ധരിച്ചെങ്കിൽ തെറ്റി. മഞ്ഞിൽ കളിക്കാൻ കുട്ടികളുടെയും മുതിർന്നവരുടെയും കുത്തൊഴുക്കാണ് ഇവിടേക്ക്. ഡിസംബർ മുതൽ മാർച്ച് പകുതി വരെയാണ് ഇവിടെ ശീതകാലം. നവംബർ ആകുമ്പോൾ തന്നെ ജനങ്ങൾ മഞ്ഞുകാലത്തെ വരവേൽക്കാൻ തയ്യാറെടുത്തു തുടങ്ങും. ജീവിതത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ക്രമീകരിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ജീവിതം ആസ്വദിക്കുക, സന്തോഷിക്കുക. എല്ലാ പ്രതിസന്ധികളെയും ഇങ്ങനെ മഞ്ഞ് പോലെ കൈകാര്യം ചെയ്ത് മറികടക്കുക. മഞ്ഞുകാലം ആസ്വദിക്കാൻ ന്യൂയോർക്കിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പാഠമെങ്കിലും നമുക്ക് പഠിക്കാം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഉൾക്കാഴ്ചയുടെ കരുത്തിൽ സംരംഭകയായി വിജയം നേടിയ ഒരു വനിതയെ പരിചയപ്പെടാം. കുർക്മീൽ എന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഉൽപ്പന്നം വിപണിയിലെത്തിച്ച് ഹിറ്റാക്കിയ സൂപ്പർ വുമണാണ് തൃശൂർ സ്വദേശിയായ ഗീത സലേഷ്. തൻ്റെ കാഴ്ച പരിമിതിയെ അതിജീവിച്ചുകൊണ്ട് ഗീതാസ് ഹോം ടു ഹോം എന്ന സ്ഥാപനം പടുത്തുയർത്തിയ ഗീതയെ തേടി ഇന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരെ ഓർഡറുകൾ എത്തുന്നുണ്ട്.
15 വയസ്സിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഗീത എല്ലാം കണ്ടത് അകക്കണ്ണിലൂടെയാണ്. വിവാഹശേഷം 2 മക്കളുടെ അമ്മയായി വീട്ടിൽ തുടർന്നു. മികച്ചൊരു സംരംഭകയാകണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോട്ടൽ തുടങ്ങിയെങ്കിലും 1 വർഷത്തിന് ശേഷം സ്ഥാപനം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടി വന്നു. ഒരു ജോലിക്ക് ശ്രമിച്ചെങ്കിലും കാഴ്ച പരിമിതി ചൂണ്ടിക്കാട്ടി ഒരുപാട് സ്ഥാപനങ്ങൾ ജോലി നിഷേധിച്ചു. അങ്ങനെയിരിക്കെയാണ് കോവിഡ് മഹാമാരി ലോകത്തെ പിടിച്ചുലച്ചത്. ഈ സമയത്താണ് മഞ്ഞളിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയതും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാനുള്ള ആശയം ഗീതയുടെ മനസ്സിലുദിച്ചതും. പിന്നെ 3 വർഷത്തോളം വീട്ടിൽ പരീക്ഷണമായിരുന്നു. ക്യാൻസറിനും പ്രതിരോധശേഷി കൂട്ടാനും ഫലപ്രദമെന്ന പഠനങ്ങൾ തെളിയിച്ച കുർക്കുമിൻ ഘടകം കൂടുതലുള്ള പ്രതിഭ എന്ന ഇനം മഞ്ഞൾ പ്രധാന ചേരുവയായി നിർമ്മിച്ച കുർക്കുമിൽ എന്ന പേരിൽ ഓൺലൈനിൽ വിൽപ്പനയ്ക്കെത്തിച്ചതോടെ ഉൽപ്പന്നം വൻ ഹിറ്റായി. സംസ്ഥാന സർക്കാരിന്റെ മേളയിലും കുർക്കുമിൽ സൂപ്പർ ഹിറ്റായി മാറി. വീട്ടിലെ അടുക്കളയിൽ നിർമ്മിച്ചിരുന്ന കുർക്കുമിൽ ഇന്ന് ഗീതാസ് ഹോം ടു ഹോമിൽ പൂർണ്ണമായും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് നിർമ്മിക്കുന്നത്. ഞാനൊരു 100% ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായത് കാരണം കൊണ്ട് തന്നെ ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഗീതാസ് ഹോം ടു ഹോം എന്നുള്ള ആ ഒരു സ്ഥാപനം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ എനിക്കൊരു 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങിയത്. 13 വയസ്സിൽ കാഴ്ച കുറഞ്ഞു തുടങ്ങിയിട്ട് ഒരു 15 വയസ്സായപ്പോഴാണ് എൻ്റെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ഒരു അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊക്കെ കൃഷിയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ കണ്ടു വളർന്നത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഈ കൃഷിയിലേക്ക് വന്നപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൽ നിന്നും നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഈ ഒരു അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായില്ല. വിപണിയിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞളിന് ഗുണമേന്മ പോരെന്ന് മനസ്സിലാക്കിയതോടെ ഗീത സ്വന്തമായി മഞ്ഞൾ കൃഷി ചെയ്യാൻ തുടങ്ങി. കേരളത്തിൽ വിവിധ ജില്ലകളിലായി കൃഷി ചെയ്തെങ്കിലും വിളവ് കുറവായതിനാൽ ഇപ്പോൾ കർണാടകയിലും തെലങ്കാനയിലുമായി കൃഷി വ്യാപിപ്പിച്ചു. തെലങ്കാനയിൽ മാത്രം 500ഓളം ഏക്കർ ഭൂമിയിലാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. കാഴ്ച പരിമിതിയുടെ അതിർവരമ്പുകൾ ലംഘിച്ച സംരംഭകത്വ മേഖലയിൽ പുതുചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഗീത. അമൃത ന്യൂസ്, തൃശൂർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്ത ബാധിതർക്കായി സർക്കാർ കൽപ്പറ്റ നഗരത്തിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ വീടുകളുടെ എണ്ണം സെഞ്ചുറി കടന്നിരിക്കുന്നു. 102-ാം വീടിന്റെ പ്രധാന വാർപ്പ് പൂർത്തിയാക്കിയതോടെ അതിവേഗമാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച് 5 മാസം പിന്നിടുമ്പോൾ 102 വീടുകളുടെ പ്രവൃത്തി പൂർത്തിയായി. 1300-ലധികം തൊഴിലാളികളുമായാണ് പ്രവൃത്തി മുന്നോട്ടു പോകുന്നത്. തൊഴിലാളികളുടെ എണ്ണം 2500-ൽ അധികമാക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതർ പറഞ്ഞു. ഡിസംബർ അവസാനത്തോടെ മുഴുവൻ ഗുണഭോക്തൃ കുടുംബങ്ങൾക്കുമുള്ള വീടിന്റെ വാർപ്പ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. മേൽക്കൂരയ്ക്ക് പുറമെ 112 വീടിനായി പില്ലറുകളും ഉയർന്നു. പില്ലർ ഉയർന്ന വീടുകളോരോന്നും വാർപ്പിനായി ഒരുങ്ങുന്നുണ്ട്. ദിവസവും ശരാശരി 4 വീടാണ് വാർക്കുന്നത്. വാർപ്പ് പൂർത്തിയായ വീടുകളിൽ പ്ലംബിംഗ്, തേപ്പ്, ഫ്ലോറിംഗ് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ടൗൺഷിപ്പിനുള്ളിലെ 11.72 കിലോമീറ്റർ റോഡിന്റെ പ്രവൃത്തിയും അതിവേഗം പൂർത്തിയാകുകയാണ്. 5 സോണുകളെയും ബന്ധിപ്പിച്ചുള്ള 12 മീറ്റർ വീതിയുള്ള പ്രധാന പാതയും 9 മീറ്റർ വീതിയുള്ള 2 പാതകളും കല്ലിട്ട് നിരത്തി അന്തിമഘട്ട ടാറിങ്ങിനായി സജ്ജമായി കഴിഞ്ഞു. വീടും പൊതുകെട്ടിടങ്ങളും ഉൾക്കൊള്ളുന്ന 30-ലധികം ക്ലസ്റ്ററുകളിലേക്കുള്ള റോഡ് വെട്ടുന്ന പ്രവൃത്തിയും ആരംഭിച്ചു. 7 ലക്ഷം ലിറ്റർ ശേഷിയിൽ കുടിവെള്ള സംഭരണി, 10 സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഭൂഗർഭ വൈദ്യുതി ശൃംഖല, ഡ്രെയിനേജ് തുടങ്ങിയവയുടെ പ്രവൃത്തിയും പുരോഗമിക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. അമൃത ന്യൂസ്, വയനാട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ഇന്ന് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. അതേസമയം മലയാളി താരം സഞ്ജു സാംസൺ കളിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. രാത്രി 7 മണിക്ക് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ലക്നൌവിലെ ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന 4-ാം T20 മത്സരം കനത്ത മൂടൽമഞ്ഞ് നേരിട്ടതിന് പിന്നാലെ ഉപേക്ഷിച്ചിരുന്നു. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. അവസാന മത്സരത്തിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ദക്ഷിണാഫ്രിക്ക വിജയിച്ചാൽ പരമ്പര 2-2 എന്ന നിലയിൽ സമനിലയിലും അവസാനിക്കും. ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യ മികച്ച ഫോമിലാണ്. അഭിഷേക് ശർമ്മയും തിലക് വർമ്മയുമെല്ലാം ടീം ഇന്ത്യയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നുണ്ട്. 4-ാം T20 മത്സരത്തിന് തൊട്ടുമുൻപായി ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് പരിക്കുപറ്റിയിരുന്നു. അവസാന മത്സരത്തിൽ ഗിൽ കളിക്കാൻ സാധ്യത കുറവാണ്. ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസൺ അന്തിമ 11-ൽ ഇടം നേടിയേക്കും. അങ്ങനെയെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യും.
അന്താരാഷ്ട്ര T20യിൽ 1000 റൺസ് പൂർത്തിയാക്കാനുള്ള സുവർണ അവസരമാണ് സഞ്ജുവിന്റെ മുന്നിലുള്ളത്. ഇതിനായി സഞ്ജുവിന് വേണ്ടത് ഇനി വെറും 5 റൺസ് മാത്രമാണ്. 5 റൺസ് കൂടി നേടിയാൽ ഇന്റർനാഷണൽ T20യിൽ 1000 റൺസ് പൂർത്തിയാക്കുന്ന 14ാമത്തെ താരമാകാനും സഞ്ജുവിന് സാധിക്കും. T20യിൽ 3 സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും സഞ്ജുവിന്റെ പേരിലുണ്ട്. മറുവശത്ത് സ്ഥിരതയില്ലായ്മയാണ് സൗത്ത് ആഫ്രിക്കയെ അലട്ടുന്ന പ്രധാന പ്രശ്നം. മികവുറ്റ ഒരുപിടി താരങ്ങളുണ്ടെങ്കിലും അവസരത്തിനൊത്ത് ഉയരാൻ താരങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എയ്ഡൻ മാർക്രം, ഡേവിഡ് മില്ലർ, ഡെവാൾ ബ്രവിസ് എന്നിവർ ഇതുവരെയും ഫോമിലെത്തിയിട്ടില്ല. ബൗളർമാരുടെ പ്രകടനവും അതുപോലെ തന്നെ. എന്തായാലും ഒരു ജീവൻ മരണ പോരാട്ടത്തിന് സൗത്ത് ആഫ്രിക്ക ഇറങ്ങുമ്പോൾ ജയത്തോടെ പരമ്പര സ്വന്തമാക്കുക എന്നതാണ് ടീം ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യനെ ഇന്നറിയാം. കണ്ണൂർ വാരിയേഴ്സും തൃശൂർ മാജിക് FCയും തമ്മിലുള്ള ഫൈനൽ കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുക. സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FCയെ ഒറ്റ ഗോളിനാണ് കണ്ണൂർ മറികടന്നത്. തൃശൂർ മലപ്പുറം FCയെ 3-1 തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയത്. ഇരു ടീമുകൾക്കും കന്നി ഫൈനലാണ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ. നമസ്കാരം.